രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 150 ജില്ലകളിൽ വയനാട് ഉൾപ്പെടുന്നു എന്നത് ശരാശരി മലയാളിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് തന്നെ അത്ഭുതകരമായ പ്രകൃതി രമണീയമായ ഒരു ജില്ല ഒരു വശത്ത് പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥ തുടരുമ്പോൾ നോക്കൂ, മറുവശത്ത് അവിടുത്തെ യാത്രാ പ്രശ്നവും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റുകളുടെ കണക്കെടുത്താൽ ഈ പറയുന്നത് പോലെ അത്ഭുതകരമായ തരത്തിൽ ടൂറിസ്റ്റുകൾ ഇടിച്ചു കയറുന്ന ഒരു ഇടമല്ലാതായി വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം നമുക്കറിയാമല്ലോ, ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തങ്ങൾ. അതേസമയം വയനാട് വഴിയാണ് മലബാറിൽ നിന്നുള്ള ആളുകൾ മൈസൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് വാഹനങ്ങളുടെ പെരുപ്പം വളരെ അധികവുമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിലവിലുള്ള 5 പാതകൾ ഘാട്ട് റോഡുകളോടൊപ്പം തുരങ്കപാത വരുന്നതിനെ പറ്റി സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്, അതിന്റെ പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഇവിടെ പുതിയൊരു പാത, തുരങ്കപാത വരുന്നതിലൂടെ ഏതാണ്ട് 20 കിലോമീറ്ററോളം യാത്ര ലാഭമുണ്ടാകും, ഏതാണ്ട് 1.5 മണിക്കൂർ സമയം ലാഭിക്കാമെന്ന് പറയുമ്പോൾ ഇതിനുവേണ്ടി 2134 കോടി രൂപ സർക്കാർ ചെലവാക്കുന്നു. അതിലവർ പറയുന്ന ന്യായങ്ങളിൽ ഒന്ന്, വിദഗ്ധ ചികിത്സയ്ക്ക് നിലവിൽ വയനാട്ടുകാരെ കോഴിക്കോട് എത്തിക്കാനുള്ള സൗകര്യം കുറവാണ് എന്നത് വസ്തുതയാണ്. നമ്മൾ പറയുന്നത് വയനാട് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പിന്നോക്ക ജില്ലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് അവിടുത്തെ പ്രത്യേകിച്ച് ആദിമവാസികളെ മുന്നിൽ കണ്ടുകൊണ്ട് പണിഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും താല്പര്യമില്ലാത്തത്? അങ്ങനെയെങ്കിൽ നിലവിലുള്ള യാത്രാ പ്രശ്നം ഇത്രയധികം പണം മുടക്കി 2134 കോടി രൂപ മുടക്കി ഏറ്റവും വലിയ പാരിസ്ഥിതികമായ തിരിച്ചടി നേടുന്ന ഒരു മലനിരയിൽ ഇങ്ങനൊരു തുരങ്കം ഉണ്ടാക്കുന്നതിന് പകരം നിലവിലുള്ള 5 ഘാട്ട് റോഡുകളുടെയും വീതി വർദ്ധിപ്പിക്കാൻ ഫോറസ്റ്റ് വകുപ്പ് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവർ സഹകരിക്കാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. 2 ട്രക്കുകളുടെ സാമീപ്യം, അതിനൊരു പ്രത്യേക സമയം അനുവദിക്കണം. ട്രക്കുകൾ കടന്നു പോകാനുള്ള പ്രത്യേക സമയം അനുവദിച്ചാൽ പകൽ സമയങ്ങളിൽ റോഡുകളിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കും കുറയ്ക്കാൻ കഴിയും. മറ്റൊന്നോ, ടൂറിസ്റ്റുകളുടെ വരവ്, ഏത് ദിവസം എത്ര ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് എത്തുമെന്ന് നമുക്കാർക്കും അറിയില്ല. അതിന് പകരം വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും തന്നെ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്നും, യൂറോപ്പിലുമൊക്കെ ചെയ്യുന്നത് പോലെ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, കാര്യക്ഷമതയുള്ള സുരക്ഷിതമായ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊടുത്തുകൊണ്ട് വയനാട്ടിന്റെ എല്ലാ ടൂറിസ്റ്റ് മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു പൊതുവാഹന സംവിധാനം ഉണ്ടാക്കിയാൽ അവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ കഴിയും, അവിടേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. അതിന് പകരമാണ് ഇത്രയും അധികം പണം മുടക്കി ഈ വലിയൊരു തുരങ്കം പണിയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല.